ആത്മകഥ വിവാദത്തിനിടെ ഇ.പി. ജയരാജൻ ഇന്ന് പാലക്കാടെത്തും. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരിന് വോട്ടു തേടിയാണ് ഇ.പി. പാലക്കാടെത്തുക. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പൊതുയോഗത്തിൽ ഇ.പി. ജയരാജൻ സംസാരിക്കും. വൈകിട്ട് 5 മണിക്കാണ് പൊതുസമ്മേളനം. സിപിഎമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ.എൻ. സുരേഷ് ബാബുവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്റ്റേഡിയം ഗ്രൗണ്ടിനോട് ചേർന്നുള്ള പൊതുവേദിയിലാണ് പരിപാടി. ഇ.പി.യുടെ ആത്മകഥയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇ.പി.യുടെ നീക്കം. അതേസമയം പുസ്തകത്തിന്റെ ഉള്ളടക്കം തള്ളിയ ഇ.പി. ഡിജിപിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട് LDF സ്ഥാനാർത്ഥിയെക്കുറിച്ചും ചർച്ച ചെയ്യണമെന്നാണ് ഇ.പി. ജയരാജൻ ആത്മകഥയിൽ പറയുന്നത്. തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു സരിൻ. അത് നടക്കാതായപ്പോഴാണ് ഇരുട്ടി വെളുക്കും മുൻപേ മറുകണ്ഠം ചാടിയത്. ശത്രുപാളയത്തിലെ വിള്ളൽ മുതലെടുക്കണമെന്നത് നേര്. പല ഘട്ടങ്ങളിലും അത് പ്രയോജനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ വയ്യാവേലിയായ സന്ദർഭങ്ങളും നിരവധിയാണ്. PV അൻവർ അതിലൊരു പ്രതീകം. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വരുന്നവരെ കുറിച്ച് ആലോചിച്ചു വേണം തീരുമാനമെടുക്കാൻ. സമാനമായി സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കട്ടെ എന്ന് ഇ.പി. ജയരാജൻ പറയുന്നു. LDF കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയതിലെ പ്രയാസം പാർട്ടി മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് പുറത്തുവന്ന ആത്മകഥയുടെ ഭാഗങ്ങളിലെ വിമർശനം. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നാണ് അടുത്ത വിമർശനം. പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി പി സരിൻ വയ്യാവേലിയാകുമെന്നും പരാമർശമുണ്ട്. പുറത്തുവന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ തന്റേതല്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ.പി. വ്യക്തമാക്കി. എന്നാൽ ഇന്നത്തെ പ്രസിദ്ധീകരണം മാറ്റിയെന്നറിയിച്ച DC ബുക്സ് മാധ്യമങ്ങളിൽ വന്ന ഉള്ളടക്കം നിഷേധിച്ചില്ല. ഇ.പി. ജയരാജന്റെ ആത്മകഥയിലെ പരാമർശങ്ങളിൽ പ്രതികരണവുമായി പാലക്കാട് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനും രംഗത്തെത്തിയിരുന്നു. പുറത്തുവന്ന പ്രസ്താവനകൾ ഇ.പി. ജയരാജൻ നിഷേധിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് പി സരിൻ പറയുന്നു. ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നതെന്നും സരിൻ പ്രതികരിച്ചു. ഏതെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിൽ തനിക്കെതിരെ പരാമർശമുണ്ടായെങ്കിൽ അത് പരിശോധിക്കാമെന്ന് സരിൻ വ്യക്തമാക്കി.